വാഴ്ത്തിയിടുമേ. ആദ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടു യേശുവെ വാഴ്ത്തിയിടുമേ. ഇമ്പം വിടുമേ എന്റെ ലോകസുഖങ്ങളെല്ലാം. ഇമ്പം വിടുമേ എന്റെ ലോകസുഖങ്ങളെല്ലാം. സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. കളിച്ചെന്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. പ്രിയ വിവിധരായ കർത്താവിന്റെ സാന്നിധ്യം ശുശ്രൂഷയിലുണ്ട്. വളരെ പരിമിതമായ സമയം മാത്രമേ നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെ സഹകരിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ പ്രത്യേകം നന്ദി. ചില കർത്തദാസന്മാർ ആശ്വാസമായ വാക്കുകൾ തുറന്ന കുടുംബത്തിന്റെ സമാധാനത്തെ, ആശ്വാസത്തെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കമായിട്ട് അവർ ഓർപ്പിക്കും. ദിവസങ്ങളിലെ ശുശ്രൂഷകളൊക്കെ ഓർമ്മ പ്രാർത്ഥിക്കുക. പ്രാരംഭമായി ചർച്ചക്കോട് അഹമ്മദി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ബിജു ജോൺ അദ്ദേഹത്തെ പ്രാരംഭമായിട്ട് ആശ്വാസവചനങ്ങൾക്കായി നിത്യത്തിലേക്ക് വിശ്രാമത്തിനായിട്ട് കടന്നുപോയ പ്രിയ അനീഷ്ണോദറിന്റെ ദേഹവിയോഗത്തിൽ നിത്യത്തിലായിരിക്കുന്ന പ്രിയ വാത്സല്യ സഹോദരി പൈതലും ബന്ധുക്കളും മിത്രങ്ങളും ചാർച്ചക്കാരും ഇവിടെയുള്ള ദൈവമക്കളായി കത്തുദാസന്മാരായി കടന്നുപോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെ നന്മയ്ക്കെന്ന യുക്തമായി വ്യക്തമായി കൃപയുടെ കരുതൽ അറിയുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നമ്മുടെ പല ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനായി കാത്തിരിക്കുക. നിത്യതയിൽ കർത്താവിനോടുകൂടെ ഈ അനീഷ് ബ്രദറിനെ വീട്ടിൽ കാണാമെന്നുള്ള വലിയ പ്രത്യാശ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അഹമ്മദി ചസറോഡ് സഭയുടെ എല്ലാ ദുഃഖവും നിറഞ്ഞ പ്രത്യാശയും പ്രിയപ്പെട്ടവരെ അറിയിച്ച് എന്റെ വാക്കുകൾ അയച്ചു. പ്രവാസികളായി ഈ രാജ്യത്ത് താമസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വളരെ വേദന ഉളവാക്കുന്നതാണ് പ്രവാസിയായി ഈ രാജ്യത്ത് വന്ന ഒരു വ്യക്തിയുടെ മരണം. അതൊരു വിശ്വാസിയുടെ മരണമാകുമ്പോൾ വിശ്വാസ സമൂഹത്തെ അത് ആഴത്തിൽ വേദന ഉളവാക്കുന്നതാണ്. ഓരോ മരണങ്ങളും പല വിധത്തിലാണ് പലരെയും വേദനയിലേക്ക് ആഴ്ത്തുന്നത്. ഒരു 50 വയസ്സ് കഴിഞ്ഞ വ്യക്തി മരണപ്പെടുമ്പോൾ സമാന പ്രായക്കാരായവര് ആ വ്യക്തിയുടെ ജീവിതാനുഭവവും അവരുടെ ജീവിത സാഹചര്യവുമായി തുലനം ചെയ്യാനിടയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജീവിച്ചിരുന്ന ഈ പ്രിയപ്പെട്ടവര് കുടുംബത്തിനും സഭയ്ക്കും നൽകിയ സംഭാവനകളെ സ്മരിക്കുന്നതോടൊപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് മരണത്തിനെ പറ്റി ഒരുങ്ങാനുള്ളൊരു അവസരവും കൂടിയാണ്. ഒരു വ്യക്തിയുടെ മരണം എവിടെ വെച്ചായിരുന്നു എന്നതിനേക്കാൾ ആരിൽ മരിച്ചു എന്നതിനാണ് ക്രിസ്തീയ വിശ്വാസപ്രകാരം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിച്ച് വിശ്വസ്തമായ സാക്ഷ്യം വഹിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട ഈ പ്രിയപ്പെട്ടവന്റെ മരണത്തിൽ ദുഃഖം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് പ്രത്യാശയും നമുക്ക് ദൈവം തന്നിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മരണത്തിൽ
ഏറിയ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സിസ്റ്റർ, കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ, ദൈവസഭ അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഭയുടെ ശുശ്രൂഷകൻ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ വേദനയുള്ള സന്ദർഭത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിനോടുള്ള ബന്ധത്തിൽ വളരെ ദുഃഖത്തിലും ഭാരത്തിലുമാണല്ലോ ദേവിയും ശുശ്രൂഷയിൽ വാത്സല്യ കർത്തദാസന്മാർ, പ്രിയ സിസ്റ്റർ ബ്ലസ്സിസ്, അതുപോലെ പ്രിയ മകൻ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരൊക്കെ പങ്കെടുക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ട ദൈവത്തിന്റെ വചനത്തിലൂടെയുള്ള ദൈവിക ആശ്വാസങ്ങൾ ദൈവജനത്തിലെ ഭരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രത്യാശ ലോകം കൊണ്ട് തീരുന്നതല്ല. നാം ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടർ എത്രയെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നാം ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരല്ല, ഇതിനപ്പുറത്തുള്ള ഒരു ലോകത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് മുമ്പേ വാത്സല്യ സഹോദരൻ ആ ഒരുക്കപ്പെട്ട, തനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ വിശ്രാമ സ്ഥലത്തിലേക്ക് നമ്മളെ വിട്ട് വാങ്ങിപ്പോകുവാൻ ഇടയായിട്ട്, അതുകൊണ്ട് പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ, ദൈവകൃപയിൽ ആശ്രയിച്ച്, വചനത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഈ വേദനയുടെ സമയങ്ങളെ നേരിടുവാൻ വാത്സല്യ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കട്ടെ. പ്രിയ ബ്ലസ്സി സഹോദരിയെ, കുഞ്ഞുങ്ങളെ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ വേദനയിൽ പ്രാർത്ഥനയോടെ IPCPCK സഭ പങ്കുചേരുന്നു. എല്ലാവിധ ദൈവിക പ്രത്യാശയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കും. IPC കുവൈറ്റ് സഭയുടെ മെമ്പറായിരിക്കുന്ന എബ്രഹാം തോമസ് ചില വാക്കുകൾ ആശ്വാസമാണ്. ദൈവത്തിന് മഹത്വം. പ്രിയ മനുഷ്യന്റെ അദ്ദേഹത്തിന് അറിയുന്നുണ്ട്. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഓർമ്മകളുണ്ട്. 99 കൊല്ലം കടന്നു വന്നു. നല്ല കടന്നു വരുന്നതിന് മുമ്പ് തന്നെ പ്രിയ സണ്ണിച്ചാനുമായിട്ട് നമ്മുടെ ദിവസത്തിലുള്ള കൂട്ടായ്മ വളരെ നാളായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്നെ ഈ ദിവസത്തെ കടന്നു വന്നത്. അപ്പോൾ ആ സ്നേഹബന്ധം, ആ കൂട്ടായ്മ ഒന്നുകൂടെ വർദ്ധിക്കുവാനിടയായി. ആ പാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാവശ്യം നമ്മുടെ സഹോദരന്മാർ പലരും ഒരുമിച്ച് കൂടി വന്ന് കൂട്ടായ്മ അരിപ്പാനും ഭക്ഷിപ്പാനും പാനം ചെയ്യാനും പ്രിയ അന്വേഷണമൊക്കെ ഒരുമിച്ച് അരിപ്പാനും കർത്താവ് അവസരമൊക്കെ ഇതൊക്കെ ഈ സമയം ഓർക്കുന്നു. ആ സമയങ്ങളിലെ ആ സഹോദരങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മ പിൻകാലത്തെ നമ്മുടെ ചർച്ചിൻ്റെ ഒരു ഫെലോഷിപ്പ് മീലിന് തുടക്കം കുറിക്കാൻ കാരണമായി തീർന്നു. അതുപോലെ തന്നെ PFPയിൽ താനെ വളരെ ആക്റ്റീവായി ഇടപെട്ടുകൊണ്ടിരുന്നു. എല്ലാ വർഷവും IPC കുവൈറ്റിലെ ആ കാര്യങ്ങളിൽ ന്യൂ ഇയറിനൊരു മ്യൂസിക്കൽ ഈവനിങ് നടത്തുന്നവരുണ്ടായിരുന്നു. അപ്പോൾ താൻ ഉൾപ്പെട്ടിരിക്കുന്ന ആ പ്രയർസലിനെ, ആ സംഗീത ശുശ്രൂഷ ഏറ്റവും മനോഹരമായി തീരുവാൻ തൻ്റെ മകനെ ആഗോളം പരിശ്രമിച്ചൊക്കെയും ഈ സമയത്ത് ഓർക്കുന്നു. അങ്ങനെ ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥത സഹിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ, സഹോദരങ്ങളെ, വിദേശ സഹോദരന്മാരെ ഒക്കെ വളരെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെയും തൻ്റെ മകനെ കാണിച്ചതൊക്കെ ഈ സമയം ഓർക്കുന്നു. ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീർന്നു, സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു, നമ്മുടെ സ്നേഹബന്ധത്തിൻ്റെ കൂട്ടായ്മയ്ക്കൊക്കെയും താനെ അനുഗ്രഹമായി തീർന്നു. അനുസരം പ്രിയ ഒരു കുടുംബാട്ടിലൂടെ ആയിരുന്നപ്പോഴും ദൈവസഭയ്ക്കും നമുക്ക് സഹോദരങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിരുന്നു. ഇതൊക്കെ ഞാൻ ഈ സമയം ഓർക്കും. വളരെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയത്തിൻ്റെ പരിമിതി കാലം ഞാനിവിടെ നിർത്തിയാണ്. അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ഇരു കുടുംബങ്ങൾ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനും താമസിക്കാനും ഒക്കെയും അവസരം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദേശക്കാരായതിനാൽ പല സമയങ്ങളിലെ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകാനും വരുവാനും ഒരുമിച്ച് അവിടെയും ആ സ്നേഹബന്ധം പുലർത്താനൊക്കെ സഹായിച്ചു. എന്നാൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളല്ലല്ലോ ദൈവത്തിൻ്റെ വിചാരങ്ങൾക്ക് വേണ്ടി നമ്മെ തന്നെ പ്രാർത്ഥിപ്പിക്കുക. പ്രിയ ബ്ലസ്സിയെ കുഞ്ഞുങ്ങളെ ദൈവത്തോളം ബലപ്പെടുത്തി പിന്നെയും ആശ്വസിപ്പിക്കട്ടെ. ഏറി ദൈവം നിറയ്ക്കട്ടെ. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമുക്കൊരു ദിവസം പ്രിയ മനുഷ്യനെ വീണ്ടും കാണാനുള്ള പ്രത്യാശ. ആ പ്രത്യാശയിലെ പ്രിയ ബ്ലസ്സിയെ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. ക്രിസ്ത്യൻ മകനും ആ പ്രിയ സഹോദരനോട് ഒരുമിച്ച് വളരെ ആത്മാർത്ഥമായി ഇത്രയും കാലം ഇടയായിട്ട് അങ്ങനത്തെ അവസ്ഥ കാണിച്ചു. വേണ്ട കാര്യങ്ങളൊക്കെയും കൊടുത്തു. ഒരു മകൻ വളരെ അർത്ഥത്തോടെ ആയിരിക്കുന്നു. തൻ്റെ ഈ ജീവിതത്തിലെ വളരെ ദിവസങ്ങളിലെ കടന്നുപോയി ആ അവസരങ്ങളൊക്കെയും പ്രിയ അന്വേഷിച്ച് തനിക്ക് ഒരു ആശ്വാസമായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ ഹിതമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയും പ്രിയ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നട്ടേക്കുന്ന ഇരു മാതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെ നാട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവരെ ബലപ്പെടുത്തുന്ന സഹോദരങ്ങളെ ഓർക്കുന്നു. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപകൾ, കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരു പ്രത്യാശ നിറയ്ക്കട്ടെ. ഒരു ദിവസം പ്രിയ അന്വേഷിനെയും വീണ്ടും നമുക്ക് ആ നിത്യയുടെ ഓർമ്മത്തിൽ കാണാം എന്നുള്ള പ്രത്യാശയോടെ ദൈവം എല്ലാവരെയും ആശ്വസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ കർത്താവിൻ്റെ പ്രിയ അനീഷ് ബ്രദറിൻ്റെ
ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ചർച്ച് കുവൈറ്റ് സഭയ്ക്കും പ്രതിനിധികൾക്കും കടന്നു വന്ന് പങ്കെടുക്കുവാനും പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും ആശ്വാസവചനങ്ങൾ അറിയിക്കുവാനും കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 52 വർഷങ്ങൾ ഈ ലോകത്തിൽ അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ പ്രിയ സഹോദരനെ ദൈവം ഇടയാക്കി. തൻ്റെ ബാല്യത്തിൽ, തൻ്റെ കൗമാരത്തിൽ, തൻ്റെ യൗവനത്തിൽ ഈ സമയം വരെയും കർത്താവ് തന്നെ സൂക്ഷിച്ചു. ശാരീരികമായ ക്ലേശങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയെങ്കിലും കഷ്ടതയില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത ശാശ്വത ഭവനത്തിലേക്ക് കർത്താവിനെ വിളിച്ചു ചേർത്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് പ്രായത്തിലും ഏത് സമയത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് ദുഃഖവും പ്രയാസവും ഉളവാക്കുന്നതാണ്. പ്രിയ സഹോദരന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന സിസ്റ്റർ ബ്ലസ്സി, മക്കൾ, അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അവരുടെ സഹോദരങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ദൈവം എല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ. മരണം എല്ലാവർക്കും നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. പ്രശസ്ത കവയത്രിയായിരുന്ന സിസ്റ്റർ മേരി ബെനീജ ഇങ്ങനെ ഒരു പദ്യം പാടിയിട്ടുണ്ട്. പ്രശസ്തനായ സീസറും പ്രഗത്ഭനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോം ഈ കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്കു പിന്നെ എന്തശങ്ക മാറ്റമൊന്നുമില്ലതിൽ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം. ഒരിക്കലും തിരിച്ചു വന്നിടാത്ത യാത്രയാണ് അതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം, സുഖം, യശസ്സും അഭിജാത്യവും വഹിച്ചുകൊണ്ടു പോകുകയില്ല മധ്യനന്തി യാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. കഴിഞ്ഞ 52 വർഷത്തെ ജീവിതം കൊണ്ട് താൻ എന്ത് പ്രാപിച്ചുവോ ആ പ്രാപിച്ച പ്രവൃത്തി തന്നെ പിന്തുടരുന്നു. തിരുവചനം പറയുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. പ്രിയ സഹോദരൻ, ഇനി കഷ്ടതകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ആ ശാശ്വത ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ മാനുഷിക നിലയിലുള്ള വേർപാടിന്റെ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള ദ്രവത്വത്തെയും ഈ മധ്യമായവരുടെയും ദൈവമക്കളുടെയും പേരിലുള്ള എല്ലാ പ്രത്യാശയും, കേരള സ്റ്റേറ്റിന്റെ പേരിലുള്ള എല്ലാ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിസ്മരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. തുടർന്ന് ഹെബ്രോൻ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജോസ് ഫിലിപ്പ് ചില വാക്കുകൾ ഓർമ്മിക്കും. തുടർന്ന് DCK സെക്രട്ടറി നിർവഹിക്കുകയും ഞാനും ചില വാക്കുകൾ ആശ്വാസമായിരുന്നു. പ്രിയ ഹരീശ്വരന്റെ ദേഹവിയോഗ ബന്ധത്തിൽ ഈ ദിവസങ്ങൾ 2-3 ദിവസമായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും കുടുംബത്തെ പ്രാർത്ഥന വഹിക്കുകയും ചെയ്തു. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്ന് വായിക്കുന്ന പോലെ വിവിധ തുറയിൽ നിന്നും പ്രിയമുള്ളവരായി നമുക്ക് ഒന്നിച്ചുകൂടി വന്ന ദൈവഭക്തന്മാരുടെ ദൈവമക്കളുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹീതമായ ഒരു യാത്രയപ്പ് നൽകാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മനുഷ്യലോക ജീവിതം ഹ്രസ്വമാണ്, കഷ്ടസമ്പൂർണ്ണമാണ്. എന്നാൽ ക്രിസ്തീയ പ്രത്യാശയാണ് അതിനെ അതിജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നത്. അനുഗ്രഹീതനായ ഡി.എൽ. മൂഡി അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ഡി.എൽ. മൂഡി മരിച്ചു എന്ന് ആരും പറയരുത്, അപ്പം എൻ്റെ ഭവനത്തിലേക്ക് പോയി എന്ന് പറയണം. നിശ്ചയമായിട്ടും അവർ പ്രത്യാശ പങ്കിടാൻ കഴിയുന്നത് വളരെ സന്തോഷം. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകും. അവന് പ്രത്യാശ കുടുംബത്തെ, സഭയെ, നമ്മെ എല്ലാവരെയും ഭരിക്കട്ടെ. ഈ ഒരു റോയിൽ നമ്മളുമുണ്ട്. നമ്മുടെ മരണത്തിൽ നമുക്കറിയില്ല. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 1:21 പറയുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. മരണം ലാഭമെന്ന് കണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് കൃപയട്ടെ. ആ വലിയ സന്ദേശം കർത്തവ്യത്തെ നമുക്ക് നൽകുന്നുണ്ട്. ഏറ്റെടുക്കാം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുന്ന അവസരം നൽകിയ ദാസന്മാർക്ക് നന്ദി. കുടുംബത്തെ ആശ്വസിക്കും. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറെ ദുഃഖത്തോട് ജോൺ സാമുവലിന് കുവൈറ്റിൽ നിന്ന് അന്ത്യയാത്രാമൊഴിച്ചിട്ടുന്ന ഈ അവസരത്തിൽ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബെൻസൺ തോമസ് പാസ്റ്ററും LBCയിലെ സഹോദരങ്ങൾക്കും എൻ്റെ സഹോദരി ബ്ലസ്സിക്കും സണ്ണിച്ചാനും എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തെ സ്നേഹം അറിയിക്കുകയാണ്. പ്രിയ അനീഷ് ബ്രദറിൻ്റെ വേർപാടിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന 85 സഭകളെ പ്രതിനിധിച്ചുകൊണ്ട് നാഷണൽ വാഞ്ചേഴ്സിൻ്റെ പേരിലും പാസ്റ്റർ ഇമ്മാനുവൽ ഗരീബിൻ്റെയും KTMCCയുടെയും ദുഃഖത്തെയും പ്രത്യാശയും അറിയിക്കും. നാം എല്ലാവരും ഈ പ്രവാസ ലോകത്തിൽ നമ്മെ അയച്ച ദൈവത്തിൻ്റെ പ്രതിനിധികളായി ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു ദിനം നാമും ദൈവം നമ്മളെ വിളിക്കുമ്പോൾ തിരിച്ച് ചെല്ലേണ്ടുന്നവരാണ്. തിരുവചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു, എൻ്റെ നാളുകളെ എണ്ണുവാൻ നീ എന്നെ പഠിപ്പിക്കുകയാണ്. പ്രിയ ജോൺ സാമുവലച്ചൻ ഈ അവസാന കാലഘട്ടങ്ങളൊക്കെ ആയപ്പോൾ കർത്താവിന് വേണ്ടി ഒരുങ്ങിയത് പലരിലൂടെയും നാം കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭൗതിക ശരീരം നമ്മളെ വിളിച്ചു പറയുന്നത് നാമം കർത്താവിന് വേണ്ടി ഒരുങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ നാളുകളും ഏറ്റവും ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യാശയോടെ ജീവിത വിശുദ്ധിയോടുകൂടെ പ്രിയ ജോൺ സാമുവലച്ചൻ ചേർന്ന സ്വർഗസന്നിധിയിൽ നമുക്കും ചേരുവാനുള്ള ഓട്ടത്തിനായി
നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ അപ്പോൾ തന്നെ ക്രിസ്തുവിലുള്ള പ്രത്യാശ അറിയിക്കുന്നു. IPC ഫാഹൽ സഭയുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ക്രിസ്തുവിലെ പ്രത്യാശ അറിയിച്ചുകൊണ്ട് അല്പസമയം ആത്മധൈര്യത്തിൻ്റെയും അനുഭവങ്ങൾ ഈ ലോകത്തിലെ വാക്കുകൾക്കൊക്കെ അതീതമാണ്. വിശേഷാൽ നമ്മെ വിട്ട് കർത്തൃസന്നിധി ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രിയ അനീഷ് ബ്രദർ ചില നാളുകളായി ശാരീരിക അസ്വസ്ഥതയിലൂടെ കടന്നുപോയെങ്കിലും തൻ്റെ പ്രത്യാശ ദിനംതോറും വർദ്ധിച്ചും ക്രിസ്തുവിലുള്ള സ്നേഹം തന്നിൽ ആഴമായി തന്നെയും ക്രിസ്തുവിനെയും ബന്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് തൻ്റെ പ്രവൃത്തിയിലൂടെയും ഇപ്പോഴുള്ള സാഹചര്യത്തിലൂടെയും നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നതാണ്. താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസം ചേർക്കപ്പെട്ടു എന്നുള്ളത് നാം അറിയുകയും നമ്മുടെ ഹൃദയങ്ങൾക്ക് വളരെ വേദന ഉണ്ടാകുകയും ചെയ്ത സാഹചര്യമാണ്. വിശേഷാൽ സിസ്റ്റർ ബ്ലെസ്സി, കുഞ്ഞുങ്ങൾ മൂവർ, പ്രിയ സണ്ണിച്ചായൻ, തന്നോട് ബന്ധപ്പെട്ടായിരിക്കുന്ന സകല വിശുദ്ധന്മാർ, IPC കുവൈറ്റ് സഭ, അങ്ങനെ സ്നേഹിതരും മിത്രങ്ങളായ ധാരാളം പേരെ കണ്ണുനീർ ആർത്തിയിട്ട് താൻ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരിക്കുകയാണ്. ഇത് നാം ഇവിടെ ഉരുവിടുമ്പോൾ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് അത് സാധാരണമായി ലഭിക്കുന്ന ഒരു സംഗതിയല്ല. യേശു ക്രിസ്തുവിൽ ജനിച്ച്, യേശു ക്രിസ്തുവിൽ വളർന്ന്, യേശു ക്രിസ്തുവിനായി തന്റെ ജീവനെ സമർപ്പിച്ച സകല വിശുദ്ധന്മാർക്കുമുള്ളതായ സന്തോഷവും പ്രത്യാശയുമാണത് എന്നുള്ളത് തർക്കമറ്റതായ സംഗതിയാണ്. ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ക്രിസ്തീയ മൂല്യങ്ങൾ എന്താണെന്ന് തൻ്റെ കുടുംബത്തിനും തൻ്റെ സഭയ്ക്കും താൻ ഉൾപ്പെട്ട സകല മേഖലകളിലും വെളിപ്പെടുത്തിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള നല്ല പ്രവൃത്തിയെ ഭൂമിയിൽ ചെയ്ത് നല്ലവരെ സ്വീകരിക്കുന്ന കർത്താവ്, അർത്ഥാൽ നല്ല പ്രവൃത്തികളെ അംഗീകരിക്കുന്ന ഒരു നല്ല നാഥന്റെ സന്നിധിയിലേക്ക് പ്രിയ കർത്തൃദാസൻ ചേർക്കപ്പെട്ടിരിക്കുകയാകുന്നു. തന്നെ ഇവിടെ നാം തൻ്റെ ഭൗമിക ശരീരം ഇവിടെ യാത്രയാക്കുന്ന സമയങ്ങളാണ് ഇതൊക്കെ. ഇവിടുത്തെ ശുശ്രൂഷ അനന്തരമായി നാട്ടിലേക്ക് തൻ്റെ ബോഡി കൊണ്ടുപോയി അവിടെയും ശുശ്രൂഷ നിർവഹിച്ച് വിശുദ്ധന്മാർ ചേർന്ന് തനിക്കൊരു നല്ല യാത്രയപ്പ് നൽകുന്നു. ഇതൊക്കെ മാനുഷികമായ രീതികളാണെങ്കിലും ക്രിസ്തുവിൽ പ്രത്യാശയുള്ള വിശുദ്ധന്മാർക്ക് കർത്താവിനുള്ള സ്നേഹത്തിലൂടെ യേശു ക്രിസ്തുവിന്റെ രക്ഷയിലൂടെ നമുക്ക് ലഭ്യമായ പ്രത്യാശ ഈ ലോകത്തിന്റെ അതീതമായി നിൽക്കുന്ന സകലവിധ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ക്രിസ്തീയ പ്രത്യാശ മരണവും മരണ അനന്തര ജീവിതമാണ്. പ്രൈസ് ഗോഡ്. സകലരും ഇവിടെ മൗനവാസം ചെയ്യുമ്പോൾ വിശുദ്ധന്മാർക്കൊരു പ്രതീക്ഷയുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ കാഹളനാദത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് തന്നോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം ദീർഘകാലങ്ങൾ വാസം ചെയ്യുന്ന സമയം നമ്മുടെ മുൻപിലുണ്ട്. അത് നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയാണ്. ഈ ശരീരം കൊണ്ടല്ല, കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുന്ന പോലെ ഈ മരണകരമായ അനുഭവമല്ല. ഈ ശരീരം മാറും. മർത്യമായത് അമർത്യത്തെ പ്രാപിക്കും. തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് ഉയർത്തപ്പെടുന്ന നാളുകളുണ്ട്. എന്റെ വാക്കുകളെ ഞാൻ ഏറെ ചുരുക്കിയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഈ ലോകത്തിലെ വാസം ജീവിച്ചാൽ നല്ലതെന്ന് പൗലോസ് ആഗ്രഹിച്ചു. എന്നാൽ ഇവിടെ നിന്ന് മരണം സംഭവിച്ചാൽ എനിക്ക് നിത്യമായി കർത്താവിനോടുകൂടി ഒരുമിച്ച് പാർക്കാമെന്നുള്ള പ്രതീക്ഷ തന്നെ ഏറെ ധൈര്യപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകലിൽ ഈ വചനം ശ്രവിക്കുന്ന മാന്യരായ ശ്രോതാക്കളെ, ഇവിടെ നമ്മൾ ജീവിച്ചാൽ ക്രിസ്തുവിനായിട്ടും ഇവിടെ നാം മരിച്ചാൽ കർത്താവിനോടൊപ്പമാണ്. ആ വലിയ പ്രതീക്ഷയാണ് നമ്മെ നയിക്കുന്നത്. പുനരുത്ഥാനത്തിന്റെ നാളിൽ വിശുദ്ധന്മാർ തന്നോടൊപ്പം ചേർന്ന് വരുമെന്നുള്ള അതിമയമായ അനുഭവമാണ് നമുക്കുള്ളതെങ്കിൽ പ്രിയ അനീശ്വരന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളെ നമുക്ക് ഓർക്കാനും പ്രത്യാശിക്കാനുള്ളത് നമ്മുടെ കർത്താവ് വേഗം വരും. നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ പ്രിയ അനീശ്വരനെ മുഖാമുഖമായി കാണാൻ മാത്രമല്ല, നമ്മെ വിട്ടുവാങ്ങിപ്പോയ സകല വിശുദ്ധന്മാരുമായി നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിപ്പാനുള്ള ദിനമുണ്ട്. ആ വലിയ പ്രത്യാശയിൽ നമുക്ക് വിടതെല്ലാം ഇടയാകട്ടെ. പ്രിയ കർത്തൃദാസി കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെയും ദൈവസഭയും ആവശ്യമായ എല്ലാ സമാധാനവും പ്രത്യാശയും കൊണ്ട്
ദൈവം നിറയ്ക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ വഴിയുടെ യാത്രയാകേണ്ടവരാണ്. അതുകൊണ്ട് ഓരോ ദിവസം ക്രിസ്തുവിനായി മാനസാന്തരത്തോടെ ദൈവകൃപയോടെ കർത്താവിനെ ഒരുങ്ങി നിൽക്കാൻ ഇടയാക്കട്ടെ. നമുക്ക് പ്രത്യാശയോടെ വിടലെല്ലാം മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. പ്രിയനായി ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. എല്ലാ കർത്തദാസന്മാരോട് പ്രത്യേകം നന്ദി പറയുന്നു. മറ്റുള്ള ഇവിടെ വരാനുള്ളത് കൊണ്ട് വളരെ വേഗം നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്ക് ദൈവത്തിന്റെ അതിവശനം പാട്ടുകൂടുമാറാകട്ടെ. പ്രിയ ജോൺ ശാമ്പൽ, ഞങ്ങളുടെ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയ അനീഷ്, IPC കുവൈറ്റ് സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്പെട്ടവനായിരുന്നു. കഴിഞ്ഞ 27 വർഷം ഞങ്ങളുടെ ഒരു സഹോദരനായി ഈ കുവൈറ്റിലായിരുന്നു. സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. തന്റെ വേർപാട് സഭ വളരെ ദുഃഖിക്കുന്നു. ഞങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആശ്വസിപ്പിച്ച, പ്രിയ കുടുംബത്തെ ആശ്വസിപ്പിച്ച കുവൈറ്റിലെ വിവിധ സഭകളിലെ കർത്തദാസന്മാർ, സഹോദരങ്ങൾ, അവരുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. NECK, KTMCC, UPFK, IPC കുവൈറ്റ് റീജിയൻ അവരുടെ പ്രവർത്തനമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക ഈ വേർപാടിന് കഴിഞ്ഞ ശേഷം ക്രമീകരണങ്ങൾ ചെയ്യുവാൻ പ്രിയ മനോജ് മാവേലിക്കര ആ ദിവസം മുതൽ എന്റെ പുറകിൽ പ്രവർത്തിപ്പാൻ കഴിയാത്തുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ പല സഹോദരങ്ങളും എന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രവർത്തിച്ചു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അറിയിച്ചുകൊണ്ട് വാക്ക് വെച്ചു. ഒരു വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വേദഭാഗം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരുന്ന ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിച്ച, സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഭൗതിക ശരീരം നാളെ ഇവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ശനിയാഴ്ച ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രിയദാസിയെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സണിച്ചാൻ കുടുംബാംഗങ്ങളെ ഒക്കെ സർവകൃപാലുവായ ദൈവത്തിന്റെ ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രിയ സഹോദരന്റെ ഈ ലോകത്തിലെ ഭൗതിക ജീവിതത്തെ നമ്മൾ കണ്ട് സ്തോത്രം ചെയ്തു. ഇനിയും അദ്ദേഹത്തിന് മഹത്വകരമായ അനുഗ്രഹീതമായ ഒരു യാത്രയിപ്പ് പ്രിയ സഹോദരന് നൽകുവാൻ ദൈവം കൃപ നൽകിയല്ലോ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടിന്റെ അടികൾ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കടന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ പറയട്ടെ. നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ പറയട്ടെ. കണ്ണിമേക്കുന്നോടി നേരത്തിൽ എത്തും ഞാൻ വേയുല തീരത്തിൽ. കണ്ണിമേക്കുന്നോടി നേരത്തിൽ എത്തും ഞാൻ വേയുല തീരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. കർത്താവദാസൻ പ്രിയ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്.
ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമാണ്. ഞങ്ങളെ ഈ ഭൂമിയിൽ പിതാവെ ചെറിയ കാലയളവിലേക്ക് ആക്കി വെക്കുകയും ഞങ്ങളെ മടക്കി ചേർക്കുകയും ചെയ്യുന്നതിൻ്റെ വിശ്വസ്തമായ കരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ ലോക ജീവിതത്തിൽ നിന്നെ അറിയുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നിലൂടെയുള്ള വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യത എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിത്യയുഗം നിന്നോടുകൂടെ വാഴേണ്ടതിന് ഞങ്ങളെ വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് ചേർക്കുന്ന ദൈവമാകെ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ കർത്താവേ, പ്രിയ അനീഷ് ബ്രദറിന്റെ നല്ലൊരു ജീവിതത്തിനായി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും അത് അങ്ങയുടെ നിശ്ചയമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. കർത്താവേ, ഈ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന ഭവനത്തെ ഒരിക്കൽ കൂടെ ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആശ്വസിപ്പിക്കണമേ. തുടർന്ന് കർത്താവേ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും സമാധാനവും ദൈവം പകരണമേ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവിക ആശ്വാസം ദൈവം പകർന്ന് അവയെ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. നിന്റെ മക്കളെ ദൈവം ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. സഭയെ ബലപ്പെടുത്തണമേ, ദൈവദാസനെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സകലവും ഭരമേൽപ്പിക്കുന്നു. തിരുനാമം മുഹൂർത്തപ്പെടണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞാട്ടെ. യേശുവിൻ നാമത്തിൽ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു